സകലരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് തല കുനിഞ്ഞ സ്ഥാനത്ത് തല ഉയരണം. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാനായിട്ട്. 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കാൻ പോകുന്നത്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആണ്. ഇത് എഴുതിയത് ദാവീദാണ്. ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ താൻ സഹിച്ചൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം തനിക്ക് എങ്ങനെ കാവലായി നിന്നെന്നാണ് 1-ാമത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. യഹോവ എനിക്ക് ചുറ്റും പരിചയമായി. ഈ യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യുദ്ധത്തിന് പോകുന്ന ഒരുവന്റെ വലങ്കയിൽ മൂർച്ചയുള്ളൊരു വാളും ഇടങ്കയിൽ അവനെതിരെ വരുന്ന വാളുകളെ തടയുന്ന ഒരു പരിചയമുണ്ടാകും. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്റെ ജീവിത അനുഭവത്തിൽ പറയുക, തന്റെ മുമ്പിലൂടെയും പുറകിലൂടെയും സൈഡിലൂടെയും ശത്രുവിന്റെ മൂർച്ചയേറിയ വാളുകൾ കടന്നു വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. എനിക്ക് ചുറ്റും എൻ്റെ ദൈവം ഒരു പരിചയമായി. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നാം എടുക്കേണ്ടത് വിശ്വാസം എന്ന പരിചയമാണ്. നിന്നെ മുറിക്കുന്ന എത്ര വലിയ വാളുകൾ നിനക്ക് ചുറ്റും കറങ്ങിയാലും നീ ഭയപ്പെടരുത്. നിന്നെ പരിച കൊണ്ട് മറയ്ക്കുന്ന പോലെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുക. പുതിയ നിയമത്തിൽ ആ പരിച വിശ്വാസം എന്ന പരിചയമാണ്. ആഴമേറിയ ദൈവവിശ്വാസം ഒരാളിൽ ഉണ്ടാകുമ്പോൾ അത് അവനൊരു പരിചയമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. അവനെതിരെ വരുന്ന അസ്ത്രങ്ങൾ അതേ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോകും. ദൈവം അവന് ചുറ്റും ഒരു പരിചയമാകുകയാണ്. 2-ാമത്തെ ഭാഗം എഴുതിയിരിക്കുക, ദൈവം എൻ്റെ മഹത്വമാണ്. അടുത്ത ഭാഗം എൻ്റെ തല ഉയർത്തുന്നവനാകും. അപ്പൊ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പരിചയമായി വെളിപ്പെട്ട ദൈവം അതേ പ്രതിസന്ധിയുടെ നടുവിൽ അവന്റെ തല ഉയർത്തത്തക്ക സാഹചര്യങ്ങളെ കർത്താവ് ഉണ്ടാക്കി. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക. നിന്നെ മുറിപ്പെടുത്തുവാൻ, നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ നിനക്കെതിരെ സഞ്ചരിക്കുന്ന സകല ശത്രുവിന്റെ ആയുധങ്ങളുടെ മുമ്പിൽ നിന്ന് നിനക്ക് ചുറ്റും പരിചയമായി നിന്ന് നിനക്ക് മഹത്വമായി നിന്ന് നിന്റെ ദൈവം കൂടെയുണ്ട്. അടുത്ത സന്ദേശം, നിന്റെ തല ഈ ദിവസങ്ങളിൽ അവൻ ഉയർത്തും. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ അങ്ങ് പരിചയമായി മഹത്വമായി തല ഉയർത്തുന്നവനായി കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ലജ്ജിക്കപ്പെട്ട സ്ഥാനത്ത്, നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് നിന്റെ തല ഉയരാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു.